ഈ ബില്ലുകൾ ഇനി എന്ത് ചെയ്യണം സാറിനെ ഒന്ന് പറഞ്ഞേ. ആ നരേന്ദ്ര സാറിനോട് ഒരു ബന്ധം വെച്ചാൽ ഞങ്ങൾ ഇത് ചെയ്തു. വൃത്തിയായിട്ടോ സാർ എന്ത് പറഞ്ഞോ? തന്നെ അല്ലോടോ പറഞ്ഞേ, ഞാൻ എന്റെ അളിയനെ പറഞ്ഞ ബില്ല് എത്തേണ്ടതില്ലെങ്കിൽ ഞാൻ തരും, മനസ്സിലായി? എങ്കിൽ കാശും കൊണ്ടു. അയ്യോ, ഇപ്പൊ എന്റെ കാശില്ല. എസ്റ്റേറ്റിന്റെ ലാഭവിഹിതം കിട്ടട്ടെ, അപ്പൊ തരാം. മര്യാദക്ക് കാശ് വെച്ചിട്ട് പോണതാ നല്ലത്, ഇല്ല തടികടാവും. എടുക്കണോ ആ ബില്ലിനാണ്? ഇത് ചെറിയ തുകയല്ലേ ഉള്ളൂ. നരേന്ദ്രൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ. നരേന്ദ്രൻ അളിയനാ അല്ലേ? അളിയൻ ആവശ്യമുള്ളത് കഴിച്ചു. വേഗം കൊടുക്കണോ? എന്നാലും ആ നരേന്ദ്രൻ കാണിച്ചത് തെണ്ടിത്തരമായിപ്പോയി. ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല? അതോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുകയാണോ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സ്വന്തം അളിയനൊരു അപകടത്തിൽ പെട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത നീ ഒരു അളിയനാണോ? ആണോ? വേണ്ട വേണ്ട, നീ ഇല്ലേലും എനിക്ക് മാലിന്യം വേണ്ടി ജീവിക്കാം. അതിൽ നീ അല്ലാതെ വേറെ എങ്കിലും മാലിന്യം വേണ്ട. നിന്നേക്കാൾ വലിയ പണക്കാർ, ഇതിനേക്കാൾ വലിയ ബംഗ്ലാവുള്ളത് അവരൊക്കെ ഈ പകരുടെ പാക്കറ്റിലാണോ? പാക്കറ്റില് നിന്നെ ഓർത്ത ഇത്ര നേരം ക്ഷമിച്ചത്. ഇനി അവൻ നാവിട്ടലച്ചാലുണ്ടല്ലോ നിന്റെ ഏട്ടനെ നോക്കൂല, കഴിവരുടെ നട്ടല്ലിയും ചവിട്ടി ഓടിയും. ഗുഡ് നൈറ്റ്. ആ ഭാസ്കര, നീ അപ്പുറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ ഇപ്പുറത്തെ കാര്യം നോക്കിക്കോ. ഓക്കെ. ആരാ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ? ആരാന്ന് വെച്ചാൽ വരാനാ പറഞ്ഞേ. തീരെ ഉത്തരവാദിത്തം ലഭിച്ചങ്ങൾക്കൊന്നും കണ്ടില്ലേ കിടന്ന് പിടക്കണത്? ഇവിടെ അതിന്റെ സ്റ്റാർട്ടർ ഒന്ന് പിടിച്ച് തിരികെ. എടോ, ആ ട്യൂബിലൊന്ന് തടവിയാ മതി. താൻ എന്താണോ ഈ കാണിക്കുന്നത്? ആദ്യം ആ ട്യൂബ് ഓഫ് ചെയ്യടോ കഴുതേ. എന്താ പറഞ്ഞേ? ഞാൻ ആരാന്ന് വിചാരിച്ച നീ? എഴുതിക്കോളൂ എഴുതിക്കോളൂ എഴുതിക്കോളൂ. ആ ഫയലിളക്കി ചേർന്നോ. സർക്കാർ എന്തോടെ എഴുതിയിരിക്കുന്നത്? സർക്കാർ വിജ്ഞാപനം എന്നാണ് സാർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്, അതുകൊണ്ട് മലയാളം നല്ല പിടിയില്ല. മറുവശത്ത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഓഹോ, ഞാൻ സയൻസാ പഠിച്ചത്, ഇംഗ്ലീഷ് നല്ല പിടിയില്ല. ബാക്കി ഫയലുകളൊക്കെ നാളെ നോക്കാം. ഈ ഫയലിലൊക്കെ അവിടെ കൊണ്ട് വരും സാർ. എന്താ സിനിമ കേട്ടോടി, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഇവരെ ശരിയാക്കിയതെന്ന്. ഞങ്ങളും കൂടെ കൂട്ടിയേർന്നില്ലായിരുന്നു ഒരു വർഷത്തിനകം അളിയൻ കുത്തുവാള എടുത്തേനെ. വാസ്തവം, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അവിടെ ഇലക്ട്രീഷ്യന്മാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരിപ്പുണ്ട്, അനങ്ങാപ്പാറകളായിട്ട്. ഞാൻ ചോദിച്ചപ്പോ പറയാ അവർക്ക് ചെയ്യാൻ പണികളൊന്നുമില്ല. അമ്പട കള്ളന്മാരെ. എന്നിട്ട് അവർക്കുള്ള പണികൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പലതും അഴിപ്പിച്ച് വീണ്ടും പിടിപ്പിച്ചു. അപ്പൊ അതാ കറണ്ട് പോയത്. ആ സമയത്ത് ഞാൻ ഫയലുകൾ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവര് മൂന്നാളും കൂടി അവിടെ വന്ന് കുറെ പണിയെടുത്തു കേട്ടു. പിന്നെ നല്ല പണിയായിരുന്നു. അതിനെന്താ കൊടുക്കണ്ടേന്ന് ആലോചിക്കേ. അതിനൊന്നും കണക്ക് പറയാനില്ലെന്നേ. ഒരു കൂട്ടുവെച്ചോടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് എത്ര ശമ്പളം തന്നാലും മതിയാവില്ല അല്ലേ മോനെ? ശമ്പളോ? ഞങ്ങൾക്കോ? ശമ്പളം വാങ്ങിക്കാൻ ഞങ്ങൾ തൊഴിലാളികളോ? ഞങ്ങൾ കൂട്ടുകച്ചവടക്കാരാണ്. അപ്പൊ വീതമാണ് കിട്ടേണ്ടത്. എന്ത് വീതം? ലാഭവീതം അല്ലേ ഇളയാ? വക്കീല് പറയുന്ന അച്ഛൻ വിഷമിക്കണ്ട, നമുക്കൊരു പിടി പിടിച്ച് നോക്കാം. അവന്റെ ഒരു എസ്റ്റേറ്റെങ്കിലും നമ്മുടെ പേരിൽ വരണം. ആപ്പിൾ വേണോ, ഓറഞ്ച് വേണോ, തേയില വേണോ, റബ്ബർ വേണോ? ഓറഞ്ച് തന്നെ അടിച്ചു മാറ്റാം. നരേന്ദ്രൻ വന്നിട്ടുണ്ട്. അമ്മേ, അച്ഛാ. എന്തോന്ന് അടി ഇത്ര നോക്കാൻ? ആണുങ്ങൾ ഡ്രസ് മാറുന്നുണ്ടല്ലേ? അയ്യോ ചക്കരെ പിണങ്ങാതെ. നല്ല വിശപ്പ്. പോയി ചോറെടുത്ത് വെക്കി. മോളെ, അച്ഛനും ചേട്ടനും കാത്തിരിക്കുന്നു, വന്ന് ഊണ് കഴിക്ക്. കാക്ക കുളിച്ച കൊക്കാവോ? പാടി തള്ളേതേ. ആ, വേഗം കഴിച്ചു തുടങ്ങിക്കോ. ഒരു വറ്റ് പോലും ബാക്കി വെച്ചേക്കരുത്. ദാഹിച്ച വെള്ളം പോലും അവന് കൊടുക്കരുത്. എന്തോ നടി മേടിച്ചിരിക്കുന്നത്? ചോറുണ്ടേ? ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി.
ആ തോരനെടുത്തെ. അമ്മായി തോരൻ എടുത്തു കൊടുക്കുന്നു. മാമ്പഴ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി ഇല്ലേ അമ്മേ? അയ്യോ സീസൺ കഴിഞ്ഞു പോയല്ലോ അളിയ. തൽക്കാലം 2 പപ്പടം കൂട്ടിയടി. ചക്കരെ നീ ഊണ് കഴിക്കടി. ആ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ചിങ്ങനെ ജങ് 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 ഉരുട്ടി ഗ്ലങ്ങൊരു അടിയടി. കഴിക്കുമോളെ. നീ കുഴച്ചുണ്ട എനിക്ക് വയറ് നിറഞ്ഞ പോലെ. ഹായ് മാങ്ങാച്ചാറക്കാട് കൂട്ടി. താങ്ക് യു. ഹായ്. ഇത് പണ്ട് ക്ലാസ്സിൽ സാറ് ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോ എണിച്ച് നിൽക്കുന്ന ഓർമ്മ വരുന്നു. നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ? ഞങ്ങൾക്കാർക്കും വേണ്ട. കൈ കഴിയണ്ട. അയ്യോ ഇതെന്താ ചോറും കറികളൊക്കെ അവിടെ? നിങ്ങൾക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് പശുവിന്റെ പാത്രത്തിലിട്ടു. അയ്യോ ആ നീയായിരുന്നോ? എന്താ വായില്? പല്ല് ഓടാ അവിടുന്ന്. പൊട്ടുകറല്ലേ? എന്താ സുപ്പ രാത്രിയില്? സാറ് ചന്തയപ്പം വിളിച്ചു പോയി. കുറെ സാധനങ്ങളായിട്ട് തിരിച്ചു വന്നു. ഏത് സാറ്? നമ്മുടെ നരേന്ദ്ര സാറേ. സാറ് വാങ്ങി തന്നല്ലേ പൊട്ടുകടല. ഈശ്വര ഞാൻ കുറച്ച് തിന്നും പോയില്ലോ. എന്താ ഇവിടെ തുപ്പൽ മത്സര? അല്ല ഇതെന്ത് കൂത്ത്? കൂത്തല്ല, പുല്ലിപ്പായ. ഇവിടത്തെ കിടക്കലൊന്നും കിടക്കാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതിനാണ് ഇത്. അല്ല ഇവിടെ പറ്റിക്കൂടാനാണോ തന്റെ ഭാവം? ആദ്യം ഒന്ന് പറ്റി, പക്ഷെ ഇനി കൂടാനാ ഭാവം. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ നരേന്ദ്രൻ. എന്റെ കൊച്ചിനെ ചെകിട്ടത്തടിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നത് ഒരു അച്ഛനും സഹിക്കില്ല ഡോക്ടർ. മീര ഗർഭിണിയാണ്. മീരേ, മോളെ, കണ്ണേ, ചക്കരെ, നിനക്ക് എന്താ വേണ്ടത്? പച്ചമാങ്ങ വേണോ? ഏട്ടൻ വാങ്ങിത്തരേ. ഇല്ല ആവും, ചെലപ്പോ പാണ്ടാവും. അവളാണെ വലിയ വാശിയില്ല, അടുക്കുന്നതേ ഇല്ല. അവനും ഇപ്പൊ വാശിയില്ല. എല്ലാം ഞാൻ വിചാരിച്ച മട്ടിൽ വന്നോണ്ടിരുന്നതാ. ഇവിടെ എന്റെ കണക്കൂട്ടിൽ കഴിച്ചു. അല്ലെങ്കിൽ ഉമ്മ പണ്ടേ കണക്കിൽ അല്പം പുറകോട്ടാ. ചക്കരയും പെണ്ണും യോജിപ്പിച്ചില്ലെങ്കിൽ ആകെ കുഴയും. അതിനിപ്പോ എന്താ ഒരു മാർഗം? കുഴയാനാണെങ്കിൽ പ്രത്യേകിച്ച് മാർഗമൊന്നും ആലോചിക്കണ്ട, താനേ കുഴഞ്ഞോളൂ. കുഴയാനല്ല, കൂട്ടിച്ചേർക്കാൻ എന്താ മാർഗം എന്നാ ചോദിച്ചേ. അത് എനിക്കറിയാൻ പാടില്ല. ഓട്ടക്കാനാണെങ്കിൽ 100 വൈ ഞാൻ പറഞ്ഞുതരാം. കൂട്ടിച്ചേർക്കാൻ വലിയ ഇടങ്ങേറാ. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? അവളുടെ മനസ്സിൽ വിഷം കുത്തി വെച്ച് നിങ്ങളാ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, പറയാൻ വിട്ടുപോയില്ലേ? നീ ഉടനെ എസ്റ്റേറ്റിൽ പോണം. ചില അത്യാവശ്യ ഫയലുകളൊക്കെ എടുത്തോണ്ട് വരണം. അളിയാ ഇപ്പൊ എന്താ പടയെന്നൊരു ശബ്ദം കേട്ടത്? അതെ, ഈ ഓർമ്മയ്ക്ക എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകാ? ഓർമ്മയ്ക്ക. ഓർമ്മ അത് വീണ ശബ്ദമാ. നീ ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. ഏതൊക്കെ ഫയലുകളാ വേണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അല്ല കാവിഴുന്നതിന് ഫയൽ എന്തിനാ? അതെ, പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം മാറും. പുലിവാലായല്ലോ. കൂടുതൽ പുലിവാലാകുന്നതിനും ഇറങ്ങി പോടാ. അല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി പോവും. ഇറങ്ങി ഇവനെ ഞാൻ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം കേട്ടോ. പോടാ അവിടെ. ഇങ്ങോട്ട് വരാനോട്ടെ കഴുതേ. ഗോപു, അവൻ പുറപ്പെട്ടു. അവരോട് നിൽക്കുന്നു. അവനേതായാലും ഹോസ്പിറ്റൽ വരാതിരിക്കില്ല. ഇവിടെ എത്തുമ്പോ ഞങ്ങൾ അവനെ പൊക്കും. അവന്റെ ജീവൻ എനിക്ക് വേണം. ബോഡി നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. അവന്റെ ജീവനെടുക്കാൻ താനാരാ? കാലന്റെ അനന്തരവനോ? എന്റെ അച്ഛനാ വേലുക്കുറുപ്പ്. ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ നിന്നെ പോലുള്ള ഏർപ്പാടുകളുടെ സഹായം ആവശ്യമില്ല. മനസ്സിലായിടാ കിളവോ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്നെ മര്യാദ കൊടുപ്പിക്കാൻ നീയാണ് ഊപ്പ. ഓടിക്കോട്ടാ പിടിക്കണം.